ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നൊരു മോർണിംഗ് ആക്ടിവിറ്റിയാണ്. മോർണിംഗ് ആക്ടിവിറ്റീസ് കാണിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കാരണം മറ്റേ ഞാൻ സ്കൂളുള്ള ദിവസങ്ങളിലാണ് നേരത്തെ എണീക്കാറുള്ളത്. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ സാധാരണ ഞാൻ 10-11 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ എണീക്കാറുള്ളത്. ഇത്തവണ ഞാൻ രാവിലെ 6:45-7 മണിയായപ്പോൾ ഞാൻ എണീച്ചു. കറക്റ്റ് 7 മണിക്ക് ഞാൻ എണീച്ചു. എന്താണെന്നറിയില്ല, ഇന്ന് ഞാൻ നേരത്തെ അങ്ങ് എണീച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പം ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റീസ് കാണാം. രാവിലെ തന്നെ ഞാൻ ആദ്യം മുടി അഴിച്ച് നല്ല കറക്റ്റ്ലി ഞാൻ കെട്ടുവാണ്. മുടി പിന്നെ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ വലിയ ചടക്കൊന്നും കാണില്ല. സാധാരണ എൻ്റെ മുടി എപ്പോഴും അങ്ങ് ഭയങ്കര ചടക്കാണ്. ബട്ട് ഇന്ന് എനിക്ക് വലിയ ചടക്കൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. സോ അങ്ങനെ ഞാൻ മുടിയൊക്കെ കറക്റ്റിന് ബണ്ണൊക്കെ ഇട്ട് നല്ലതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ആ ചെറിയ മുടി എപ്പോഴും ഫ്രണ്ടിൽ വന്ന് കിടക്കാത്തൊരു പ്രശ്നമാണ്. പിന്നെ എൻ്റെ ഫേസിന് വലിയ കുഴപ്പമില്ല, ബട്ട് എൻ്റെ ലിപ്പ് എപ്പോഴും ഭയങ്കരമായിട്ട് ഇങ്ങനെ മുരണ്ടിട്ട് ഇങ്ങനെ തൊലി ഇങ്ങനെ ഇളകി വരും. അതിന് ഞാൻ എന്നും രാവിലെ എണീക്കുമ്പം ഞാൻ ഇടുന്നൊരു കാര്യമാണ് ലിപ് ബാം. ലിപ്സ്റ്റിക്ക് ഇടുന്നത് കൊണ്ടായിരിക്കാം എൻ്റെ ചുണ്ട് പൊട്ടുന്നത്. ബട്ട് ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഞാൻ അടുപ്പിച്ച് ലിപ് ബാം ഇടുന്നത് കൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ഉള്ളൂ. അപ്പം ഞാനിവിടെ സ്ട്രോബെറിയുടെ ആണ്, ചെറുതാണ്, 10 രൂപേൻ്റെ ഉള്ളൂ. അടിപൊളി മണമാണ്, തിന്നാൻ തോന്നും ഈ മണം കണ്ട. അത്രയ്ക്ക് ടേസ്റ്റല്ല, ആ ഒരു സ്മെല്ല് അത്രയ്ക്ക് അടിപൊളിയാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം ടൈം 8 മണിയായിട്ടുണ്ട്. ഞാൻ രാവിലെ തന്നെ ചായയും ഒക്കെ കുടിച്ചതാണ്, എൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആൻഡ് ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ഒന്ന് പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വെളിയിലേക്ക് ഇറങ്ങാമെന്ന്. അങ്ങനെ വെളിയിലിറങ്ങി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്നു. കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നിങ്ങനെ സിറ്റ് ഔട്ടിൽ പോയി ഇരുന്ന് പത്രം വായിച്ചു. ഞാൻ സാധാരണ രാവിലെ എണീച്ച് അങ്ങനെ പത്രം വായന എനിക്കില്ല, ബട്ട് ഇന്നെന്തോ എനിക്ക് വായിക്കാൻ തോന്നി, ഞാൻ വായിച്ചു. പത്രം ഫുള്ളങ്ങോട്ട് വായിച്ചതല്ല, ഞാൻ സിനിമ എന്ന് ഏതൊക്കെ ടൈമിലാണ് സിനിമ ഉള്ളത് അതാണ് ഞാൻ മെയിൻ നോക്കിയത്. മിക്ക ദിവസങ്ങളിൽ ഞാൻ പത്രം എടുക്കും, എന്നിട്ട് സിനിമയുടെ നോക്കിയിട്ട് അതേ കണക്ക് തന്നെ കൊണ്ടുവയ്ക്കും. പിന്നെ അതൊക്കെ നോക്കിയിട്ട് കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ ചൂലൊക്കെ വെക്കുന്ന ആൾ അതുവഴി പോയി, അയാളെ നോക്കിക്കൊണ്ടിങ്ങനെ അടിപൊളിയായിരുന്നു. പിന്നെ ഉമ്മ അവിടെ തുണി ഇരിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ഉമ്മയുടെ കൂടെ ഞാനും സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഉമ്മയായിട്ട് കുറേ കോപ്രായങ്ങളൊക്കെ കാണിച്ച് അവിടെ ഇങ്ങനെ ഇരുന്നു. അകത്ത് വന്നപ്പോഴത്തേക്കും വാപ്പി ഭയങ്കര ഫോൺ നോട്ടം. അങ്ങനെ വാപ്പിയുടെ 2 വീഡിയോ അങ്ങ് എടുത്തു, വാപ്പി അറിയാതെ. അപ്പോഴത്തേക്കും വാപ്പി അങ്ങ് എണീച്ചു. പിന്നെ എൻ്റെയും ഉമ്മയുടെയും ഭയങ്കരമായ സ്നേഹപ്രകടനം എന്ത് ചെയ്യാനാ. പിന്നെ റൂമിൽ വന്നിട്ടുള്ള എൻ്റെ കുറേ കോപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ബോറടിച്ചാൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ആ ഒരു രീതിയാണ് നിങ്ങൾ കാണുന്നത്. ബെൽറ്റ് ഇടുകയാണ്. എനിക്ക് സത്യത്തിൽ ബെൽറ്റ് ഇടാൻ അത്രയ്ക്ക് അങ്ങോട്ട് അറിയത്തില്ല, എന്നാലും എനിക്ക് ഇടാനൊക്കെ അറിയാം. ഭയങ്കര ഒരു പാടാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഉമ്മയെ സഹായിക്കാമെന്ന്. ഞാൻ എന്ത് നല്ല കുട്ടിയല്ലേ. അങ്ങനെ ഞാൻ നേരെ അടുക്കളയിൽ പോയി ദോശ ചുട്ട് സഹായിക്കാനായിട്ട് മാവ് എടുത്ത് തുറന്നു നോക്കിയതാണ് നിങ്ങൾ കണ്ടത്. പിന്നെ ഉമ്മയ്ക്ക് സോഡാപ്പൊടി, ഉപ്പ് അതൊക്കെ ഞാനിങ്ങനെ സഹായിക്കുകയാണ് എടുത്ത് കൊടുക്കാനായിട്ട്.
ഉമ്മി അവിടെ കറിയും വെക്കുന്ന ഇങ്ങനെ നോക്കിയിരുന്നു. ദോശ ചുടാനായിട്ട് ഞാൻ ഉമ്മി എടുത്ത് പറഞ്ഞു, ഉമ്മി ഞാൻ ദോശ ചുടാം. ഉമ്മി പറഞ്ഞു വേണ്ട ഞാൻ ചുട്ടോളാം. അങ്ങനെ ഉമ്മി തന്നെ ദോശയുടെ മാവൊക്കെ ഒഴിച്ചു. എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചില്ല. എന്തായാലും ഞാൻ ഒഴിക്കും, ആ മാവ് ഞാൻ ഒഴിച്ചിരിക്കും എന്നും പറഞ്ഞാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. സത്യത്തിൽ എനിക്ക് ദോശ ഇളക്കാനായിട്ട് വലിയൊരു ധാരണയൊന്നുമില്ല. ഞാൻ പിന്നെ അങ്ങ് ഇളക്കിയെന്നേ ഉള്ളൂ. പക്ഷേ അതിന് മുമ്പേ ഉമ്മി എടുത്തങ്ങ് ഇളക്കി കൊടുത്തു. എന്നാലും രണ്ടാമത് അത് തിരിച്ച് പാത്രത്തിലേക്ക് ഇട്ടത് ഞാനാട്ടോ. അത് നല്ല അടിപൊളിയായിട്ട് ഞാൻ ഇളക്കിയിട്ടു. അടിയിൽ ചെറുതായിട്ടൊന്ന് കരിഞ്ഞോ എന്നൊരു സംശയം. അങ്ങനെ ഞാൻ എടുത്തിട്ടു. പിന്നെ ഞാൻ ഉമ്മി എടുത്ത് പറഞ്ഞു, ഉമ്മി ഞാൻ ഒഴിക്കാം. അന്നേരം ഉമ്മ പറഞ്ഞു ആ ഒഴിച്ചോ. അങ്ങനെ ഞാൻ ഒഴിച്ചതാണ് നിങ്ങൾ കണ്ടത്. അന്നേരം ഉമ്മ പറഞ്ഞു ഈ ദോശ നീ തന്നെ തിന്നണമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാ. പിന്നെ ബോറടിച്ചപ്പോഴത്തേക്ക് നേരെ വെളിയിൽ വന്നു. അവിടെ ഇങ്ങനെ നിന്നു. ഭയങ്കര ബോറാണ് ഗൈസ്. അതാണ് ഞാൻ രാവിലെ എണീക്കാത്തത്. രാവിലെ എണീച്ചാൽ ഭയങ്കര ബോറടിയാണ്. പിന്നെ ഞാൻ നേരെ പോയി TV ഇട്ടു. അതാകുമ്പം TVയും കണ്ടുകൊണ്ടിരുന്നാൽ ബോറടി പതിയും അങ്ങ് മാറും. സോ ഞാൻ നേരെ പോയി TV ഇട്ടു. റിമോട്ടൊക്കെ എടുത്ത് അവിടെ ഇങ്ങനെ വന്നിരുന്നു. നല്ല രസമായിരുന്നു. TV-യിൽ ഉപ്പുമുളക് ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. ആർക്കൊക്കെയാണ് ഉപ്പുമുളകും ഇഷ്ടമെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അതിനുശേഷം എൻ്റെ 6ാം ക്ലാസ്സിലെ ഫോട്ടോ ഞാനവിടെ ഫ്രെയിമിൻ്റെ ആ ഒരു പിക്ചർ മാറ്റിയിട്ട് എൻ്റെ 6ാം ക്ലാസ്സിലെ ക്ലാസ് ഫോട്ടോ എടുത്ത് അതാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.